ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. കാർത്തിക നാളുകാരുടെ ദശാക്രമവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാരുടെ ആദ്യ ദശ ആദിത്യ ദശയാണ്. ആദിത്യ ദശ ആകെ 6 വർഷക്കാലമാണ്. എന്നാൽ കാർത്തിക നക്ഷത്രം തുടങ്ങുന്ന സമയത്തു ജനനമാണെങ്കിൽ മാത്രമേ ഈ 6 വർഷക്കാലം പൂർണ്ണമായി കിട്ടുകയുള്ളൂ. ഇങ്ങനെ കാർത്തിക നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ആദ്യ ദശയായ ആദിത്യ ദശയുടെ വർഷം ലോപിക്കും. ഇത് നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. മാതൃഗർഭ ജന്മശിഷ്ടദശ ആദിത്യ ദശ എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം. തുടർന്നുള്ള ദശയ്ക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള മുഴുവൻ ദശാവർഷങ്ങളും യഥാക്രമം ഉണ്ടാകും. ഓരോ ദശയുടെയും ദശാകാല കാഠിന്യം ലഘൂകരിക്കാൻ ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് ക്ഷമയും സമയവും അർപ്പണ മനസ്സുമുണ്ടെങ്കിൽ അതിന് കഴിയും. കാർത്തിക നാളുകാരുടെ ആദ്യ നക്ഷത്രദശ ആദിത്യ ദശയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇതിനെ ജന്മ നക്ഷത്രാധിപദശ എന്നാണ് പറയുന്നത്. ഈ ദശാകാലത്ത് മാതാപിതാക്കൾക്ക് അരിഷ്ടതയും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട്. ആദിത്യൻ ഒരു പാപഗ്രഹം കൂടിയതിനാൽ ദുശാഠ്യബുദ്ധിയും ദേഷ്യവും ഉണ്ടായേക്കാം ഇക്കാലത്തിൽ. മേടക്കൂറുകാർക്കായാലും ഇടവക്കൂറുകാർക്കായാലും ഒരു പരിധിവരെ ശുഭഗ്രഹം കൂടിയാണ് ആദിത്യൻ. അതിനാൽ ദോഷഫലങ്ങളോടൊപ്പം തന്നെ ഗുണഫലങ്ങളും അനുഭവത്തിൽ വന്നേക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ആദിത്യദോഷ പരിഹാരമായി മഹാദേവനെ ഭജിക്കുന്നതും സൂര്യഗായത്രി ജപിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശിവന് ധാര നടത്തുന്നതും സഹസ്രനാമജപവും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. കാർത്തിക നക്ഷത്ര ജാതരുടെ രണ്ടാമത്തെ ദശ ചന്ദ്രദശയാണ്. സമ്പന്ന നക്ഷത്രദശ എന്നാണ് ഇതിനെ പറയുക. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ചന്ദ്രദശാകാലത്ത് വ്യക്തിക്കും കുടുംബത്തിനും ധനാഭിവൃദ്ധി ഉണ്ടാവും. വസ്തുവകകൾ, അമൂല്യങ്ങളായ സമ്പാദ്യങ്ങൾ എന്നിവ കൈവശം വരും. ബാല്യകൗമാരങ്ങളുടെ സന്ധികാലമായതിനാൽ ജീവിതത്തിലെ സുപ്രധാനമായ സമയം കൂടിയാണിത്. ചന്ദ്രൻ മാതൃകാരകൻ ആയതിനാൽ അമ്മയോട് കുട്ടികൾക്ക് കൂടുതൽ അടുപ്പമുള്ള സമയം കൂടിയാണിത്. ഇതറിഞ്ഞ് അമ്മമാർ പെരുമാറുകയാണെങ്കിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും നല്ല വഴിക്ക് കുട്ടികളെ തിരിച്ചുവിടാനും കഴിയും. ചന്ദ്രൻ 15 ദിവസം ബലവാനും 15 ദിവസം ബലക്കുറവുമുള്ളതിനാൽ ബലവാനായിരിക്കുന്ന സമയത്ത് നല്ല ഫലങ്ങളും ദുർബലവാനായിരിക്കുന്ന സമയത്ത് ഗുണകരമല്ലാത്ത ഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ജനനം കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിലാണെങ്കിൽ ചന്ദ്രന് ബലക്കുറവുള്ള സമയമായതിനാൽ ഭദ്രകാളിയെ ഭജിക്കുന്നതും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും മാസം തോറുമുള്ള കാർത്തിക നാളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. മറ്റു മാസങ്ങളിൽ ജനിച്ചാൽ ചന്ദ്രന് സാമാന്യ ബലമുണ്ടാകും. അതിനാൽ മകരം, ധനു, വൃശ്ചികം, തുലാം, കന്നി, ചിങ്ങം എന്നീ മാസങ്ങളിലെ കാർത്തിക നാളുകാർ ദുർഗ, പാർവതി, രാജരാജേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയവരിൽ ഒരു ദേവതയെ ചന്ദ്രദശാകാലത്ത് മുഴുവൻ ഭജിക്കണം. ചന്ദ്രദശാകാലം മുഴുവൻ ഇങ്ങനെ സമ്മിശ്രമായ ഫലമുണ്ടാകും എന്നുള്ളതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചന്ദ്രദശാകാലത്തെ ദോഷങ്ങൾക്ക് പരിഹാരമാവുകയും ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാകാനും സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതരുടെ മൂന്നാമത്തെ ദശ ചൊവ്വാദശയാണ്. ഇതിനെ വിഭിന്ന നക്ഷത്രദശ എന്ന് പറയും. 7 വർഷക്കാലമാണ് ചൊവ്വാദശ. കൗമാര യൗവനങ്ങളുടെ സന്ധികാലമാകെ ചൊവ്വാദശയിൽ വരും. കൂടാതെ മൂന്നാമത്തെ ദശയും ചൊവ്വ ഒരു പാപഗ്രഹം കൂടിയായതിനാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലവിധ ദോഷങ്ങളും അനുഭവിക്കും. സഹോദരക്ലേശം, ദുർജന സംസർഗം, അപകടങ്ങൾ, പരീക്ഷകളിലും വിദ്യാഭ്യാസത്തിലും പുരോഗതിയില്ലായ്മ ഇവയെല്ലാം കാരണമായേക്കും. ദോഷപരിഹാരമായി ചൊവ്വ ഗ്രഹനിലയിൽ ഓജരാശികളായ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം രാശികളിലാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കണം. സ്വാമിക്ക് പഞ്ചാമൃത വഴിപാട് സമർപ്പിക്കുന്നതും സഹസ്രനാമ ജപവും ഉത്തമം. ചൊവ്വ യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം തുടങ്ങിയ രാശികളാണെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുന്നതും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഫലങ്ങളെ ഗുണപ്രദമാക്കും. കാർത്തിക നക്ഷത്ര ജാതർക്ക് 4ാമത്തെ ദശ രാഹുർദശയാണ്. ഇതിന് ക്ഷേമ നക്ഷത്രദശ എന്നാണ് അറിയപ്പെടുന്നത്. 18 വർഷക്കാലമാണ് രാഹുർദശ.
ഇങ്ങനെ തുടർച്ചയായി 2 പാപഗ്രഹങ്ങളായ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ദശാകാലം വരുന്നതിനാൽ ഇവരുടെ യൗവനകാലം വളരെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാവും. അധ്വാനപൂർണമായിരിക്കുകയും ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വന്നേക്കാം. ക്ഷേമനക്ഷത്രദശ എന്ന് പേരുണ്ടെങ്കിലും പാപനും ക്രൂരനുമായ രാഹുവിൻ്റെ ദശയായാൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വസ്തുവകകൾ, നിക്ഷേപങ്ങൾ, ബിസിനസ് എന്നിവയിൽ നിന്നും ആദായം വന്നു ചേരും. അവിവാഹിതർക്ക് വിവാഹശുദ്ധി, സൽസന്താനയോഗം എന്നിവയെല്ലാം കൈവരും. എന്നാൽ പരാജയങ്ങൾ, ബന്ധുക്കളുടെ വിരഹവിയോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ എന്നിവ കൊണ്ട് മനസ്സും ശരീരവും വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ദോഷപരിഹാരമായി നവനാഗസ്തോത്രം നിത്യം ജപിക്കുന്നതും നാഗ അഷ്ടോത്തരി ജപിക്കുന്നതും സർപ്പത്തിന് 100 പാലും സമർപ്പിക്കുന്നതും ദുർഗാദേവിയെ ഭജിക്കുന്നതും ദുർഗാ അഷ്ടോത്തരി ദിവസവും ജപിക്കുന്നതും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും അതോടൊപ്പം ഗുണഫലങ്ങളുടെ പുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാർത്തിക നക്ഷത്ര ജാതരുടെ 5ാമത്തെ ദശ വ്യാഴദശയാണ്. ഇതിനെ പ്രത്യര നക്ഷത്രദശയെന്നാണ് പറയുന്നത്. 16 വർഷക്കാലമാണ് വ്യാഴദശ. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി പാപഗ്രഹങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാർത്തിക നക്ഷത്രക്കാർ ഈശ്വരൻ്റെ പ്രതിരൂപമായ വ്യാഴം ആധിപത്യമേറ്റെടുക്കുന്ന സമയം കൂടിയാണ് വ്യാഴദശാകാലം. യൗവനത്തിൽ നിന്നും മധ്യവയസ്സിലേക്ക് കടക്കുന്ന കാലം കൂടിയാണിത്. താരതമ്യേന ദോഷങ്ങളുടെ കാലമാണെങ്കിലും വ്യാഴത്തിൻ്റെ ശുഭത്വത്താൽ നല്ല അനുഭവങ്ങളും അനുഭവയോഗ്യമായേക്കാം. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സജ്ജനങ്ങളുടെ സംസർഗമുണ്ടാവും. മക്കളെ ചൊല്ലി സന്തോഷിക്കാൻ സന്ദർഭമുണ്ടാവും. കച്ചവട രംഗത്തും തൊഴിൽ രംഗത്തും വിജയിക്കും. സാമ്പത്തിക ഉന്നതി ഉണ്ടാവും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കുന്നതും എല്ലാവിധ ദോഷങ്ങളെയും നീക്കി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. കാർത്തിക നക്ഷത്ര ജാതരുടെ 6ാമത്തെ ദശ ശനിദശയാണ്. സാധക നക്ഷത്രദശ എന്നാണ് നാമം. ശനി ദശാകാലം 19 വർഷക്കാലമാണ്. ജീവിതം വാർദ്ധക്യത്തിലേക്ക് വഴിമാറുന്ന കാലം കൂടിയാണിത്. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയം കൂടിയാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരും. സാമ്പത്തിക അഭിവൃദ്ധിയും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവും കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും ലാഭവും യാത്രകൾ കൊണ്ട് പലവിധ പ്രയോജനങ്ങളും കൈവരും. എന്നാൽ പകലിൻ്റെ പിറകെ രാത്രി എന്ന പോലെ പലവിധ കോട്ടങ്ങളും ഇക്കാലയളവിൽ വന്നു ചേരുകയും ചെയ്യും. ദോഷപരിഹാരത്തിനും ഗുണഫലങ്ങളുടെ വർധനവിനുമായി ശാസ്താവിനെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ശാസ്ത്ര സഹസ്രനാമം ജപിക്കുന്നതും ഹനുമാൻ സ്വാമി സഹസ്രനാമം ജപിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. കാർത്തിക നക്ഷത്ര ജാതരുടെ 7ാമത്തെ നക്ഷത്രദശ ബുധദശയാണ്. വധ നക്ഷത്രദശ എന്നാണ് ഇതിൻ്റെ നാമം. 17 വർഷക്കാലമാണ് ബുധദശ. ബുധദശ തീരുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർ നവതി, അതായത് 90 വയസ്സിനൊക്കെ ഏകദേശം അടുത്തിരിക്കും. കാർത്തിക നക്ഷത്ര ജാതർക്ക് 7ാം നക്ഷത്രദശാധിപനെ അതിജീവിക്കുക അല്പം ദുഷ്കരമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ. ഗ്രഹനിലയിൽ ബുധൻ നീചം, ശത്രുക്ഷേത്രതിഥി, മൗഢ്യം എന്നിവയോട് നിന്നാൽ ദോഷഫലങ്ങൾ ഇരട്ടിക്കും. രോഗാദി ദുരിതങ്ങൾ, പ്രത്യേകിച്ചും വാത, പിത്ത, കഫാദികൾ അധികരിച്ചുള്ള രോഗങ്ങൾ, പലവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. അവതാര വിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷശാന്തി നേടിത്തരും. 7ാം നക്ഷത്രദശയെ അതിജീവിക്കുന്നതും ബുദ്ധിമുട്ടുമായതിനാൽ 8ാം നക്ഷത്രദശയായ കേതുവിനെക്കുറിച്ചും 9ാം നക്ഷത്രദശയായ ശുക്രനെക്കുറിച്ചുമുള്ള പ്രവചനം ഉചിതമായിരിക്കില്ല. കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രദശാകാലം പൊതുവായ ഫലങ്ങളും ദശാഫല പരിഹാര ദോഷങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞത്. കാർത്തിക നക്ഷത്ര ജാതർക്ക് അവരുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവയോഗ്യമായേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.